ആര്യനും പ്രവീണും തമ്മിൽ നടന്ന വഴക്കിനിടയിൽ നീ പുതപ്പിന്റെ അടിയിൽ കിടക്കുന്നതല്ലാതെ നീ ഇതിനകത്ത് എന്ത് കണ്ടന്റടാ കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഒരു ടോപ്പിക് അവിടെ പൊങ്ങി വരുന്നു. ഈ ഒരു വഴക്കിന്റെ ഇടയിൽ ഒരുപാട് പേര്, മസ്താനി വരുന്നുണ്ട്, നമ്മുടെ ജിഷിൻ വരുന്നുണ്ട്, ഇങ്ങനെ ഇവരെല്ലാവരും സംസാരിക്കുന്നതിനിടയിൽ റെന ഫാത്തിമ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പുതപ്പിന്റെ അടിയിലെ കാര്യങ്ങൾ പറഞ്ഞ് അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ച് മസ്താനിയും റെനയും തമ്മിൽ കൊമ്പ് കോർക്കുന്നു. അപ്പോൾ മസ്താനി പറയുന്നു എന്ന് തോന്നുന്നു, നീയും പുതപ്പിന്റെ അടിയിൽ അവിടെ പോയി കിടക്കുന്നില്ലേ? ഇത് കേട്ട് റെന ഫാത്തിമ കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലറി വിളിച്ച് കരയുന്നുണ്ട്. അതായത് കാരണം ഇന്നലെയോ മെനഞ്ഞാന്നോ എങ്ങാണ്ട് റെന ഫാത്തിമയും ഈ ജിസേലിന്റെ ഒപ്പം പുതപ്പ് മൂടി കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരിത് പറയുന്നത് കേട്ടപ്പോൾ ഇത് നെഗറ്റീവായിട്ട്, അതായത് ആര്യനും റെന ഫാത്തിമയും അതുപോലെ ജിസേലും ഒക്കെ ഒന്നിച്ചാണല്ലോ എപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ പുതപ്പിന്റെ അടിയിൽ കിടക്കുന്നു എന്നുള്ള രീതിയിൽ പുറത്തേക്ക് പോയി മോശമായി പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കേട്ടോ സീരിയസ്ലി കരഞ്ഞ് വിളിക്കുന്നുണ്ട്. അതായത് പുറത്ത് വിവാഹമൊക്കെ ഉറപ്പിച്ച ആളാണ് റെന, ബോയ് ഫ്രണ്ട് ഉണ്ട്. സോ അവരുടെ ലൈഫിനെ ബാധിക്കുന്ന തരത്തിൽ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ള പേടി കൊണ്ട് അലറി വിളിച്ച് കരയാണ്. എനിക്കിപ്പോൾ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ മോശമായ ഒരു രീതിയിലും റെനയുടെ ഭാഗത്ത് നിന്ന് ഒരാളെടുത്തും ഉണ്ടായിട്ടില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ആ കാര്യത്തിലൊക്കെ ആ കുട്ടി വളരെ ഡീസൻ്റ് ആണ്. അങ്ങനെയുള്ള ഒരു ചർച്ച പോലും എവിടെയും ഉണ്ടായിട്ടില്ല. ആകെ നമ്മൾ കളിയാക്കുന്നത് ജിസേലിൻ്റെ കാല് പോയി മസാജ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ്. അല്ലാതെ ആര്യനും ഈ പറയുന്ന റെന ഫാത്തിമയായിട്ടൊന്നും ഈവൻ ആവശ്യമില്ലാത്ത ഒരു സംസാരങ്ങൾ പോലും അതിനകത്ത് നടക്കാറില്ല. റെന ഫാത്തിമ കൂടുതൽ നേരവും ജിസേലിൻ്റെ കൂടെയാണ് ഒട്ടി നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് ആ പെൺകുട്ടി പേടിച്ചു പോയി. കാരണം കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായതല്ലേ. അപ്പോൾ അത് കാരണമുള്ള ഭയമായിരിക്കാം. പക്ഷെ ഞാൻ 24/7 കാണുന്ന ഒരാളാണ്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അങ്ങനെ ഒരു രീതിയിൽ ഒരു മോശമായിട്ടുള്ള യാതൊരു പെരുമാറ്റവും റെന ഫാത്തിമയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതേസമയത്ത് ജിസേലും ആര്യനും തമ്മിലുള്ള വിഷയത്തിൽ ഒരുപാട് ചർച്ചകൾ ബിഗ് ബോസ് വീടിനകത്ത് നടന്നിട്ടുണ്ട്. അവരൊന്നിച്ച് പുതപ്പ് മൂടി കിടക്കുന്നതൊക്കെ നമ്മൾ ലൈവിലൊക്കെ രാത്രി കണ്ടിട്ടുണ്ട്. അവിടെയും മോശമായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല, വേറെ കാര്യം. പക്ഷേ ഒന്നിച്ച് കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോലും റെന ഫാത്തിമയുടെ കേസിൽ ആര്യൻ്റെ അടുത്ത് പോയി കിടന്നൊന്നും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതേസമയത്ത് ജിസേലിൻ്റെ കൂടെ അവർ കിടക്കാറുണ്ട് പുതപ്പ് മൂടിയൊക്കെ. പക്ഷേ ഇത് ഈ ഒരു വിഷയം അവിടെ വന്നപ്പോൾ മസ്താനി റെന ഫാത്തിമയെ മെന്റലി ബ്രേക്ക് ആക്കാൻ തന്നെയാണ് ആ രീതിയിലേക്ക് അതിനെ അങ്ങോട്ട് വളച്ചൊടിച്ച് ട്വിസ്റ്റ് ചെയ്ത് അടിച്ചതെന്നാണ് തോന്നുന്നത്. അത് കാരണം റെന ഫാത്തിമ ഭയങ്കരമായിട്ട് അലറി വിളിച്ച് കരഞ്ഞ് കൂവുന്നുണ്ടായിരുന്നു ലൈവില്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.